ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ മറ്റേ കോട്ടയത്തെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചാനലിൽ ഞാൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫോണ് തുറന്നു നോക്കിയപ്പോൾ ആദ്യമായിട്ട് കണ്ടത് കണ്ണൂരിലെ റാഗിങ് കേസാണ്. അതായത് കണ്ണൂരിൽ +2 വിദ്യാർത്ഥികൾ ഒരു +1 വിദ്യാർത്ഥിയെ നല്ല രീതിയിൽ ഇവൻ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ മർദ്ദിക്കുകയും കൈ തല്ലി ഒടിക്കുകയൊക്കെ ചവിട്ടി ഒടിച്ചു എന്നാണ് പറഞ്ഞത്. കൈ ചവിട്ടി ഒടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് കേട്ടത്. കോട്ടയത്തെ റാഗിങ്ങിന്റെ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എന്തോ ക്യാഷ് കൊടുത്തില്ല എന്നോ, ചോദിച്ചപ്പോൾ ക്യാഷ് കൊടുത്തില്ല എന്നോ, അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിലെ ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഏജിലുള്ള കുട്ടികൾ കൂടുതലായിട്ടും കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ റാഗിങ് മാത്രമൊന്നുമല്ല മറ്റു പല കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയും കൂടുതലായിട്ട് ജയിലിലേക്കൊക്കെ അവർ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൗമാരക്കാരിലും അല്ലെങ്കിൽ ഈ ഒരു ഏജിലുള്ള കുട്ടികളിൽ അഗ്രഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നെ കൂടെ ചേർത്താണ് പറഞ്ഞത്. ഞാനിപ്പോൾ കൗമാരമൊന്നും അല്ല, അതൊക്കെ കടന്നുപോയി. എന്നിരുന്നാൽ പോലും ഈ കൗമാരവും അതിനടുത്ത നെക്സ്റ്റ് സ്റ്റേജും, ഈ രണ്ട് സ്റ്റേജിലും അഗ്രഷൻ കൂടുതലുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഡ്രഗ്സിന്റെ ഉപയോഗമൊക്കെ ഇതിലുണ്ടോ എന്ന് നോക്കണം എന്ന്. കാരണം ഇതൊക്കെ നോർമലായിട്ട് ഒരാൾക്ക് ചിലപ്പോൾ അപ്പുറത്തെ ഒരു ദേശത്തിൽ ചിലപ്പോൾ ചെയ്തു പോയതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു നോർമൽ മാൻ അല്ലെങ്കിൽ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ വളരെ ക്രൂരമായി ഇപ്പോൾ തന്നെ കണ്ണൂരിലെയും കോട്ടയത്തെയും കാര്യം എടുത്താൽ ക്രൂരമായിട്ടാണ് ഇവരൊക്കെ ജൂനിയേഴ്സിനോട് പെരുമാറിയിട്ടുള്ളത്, റാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ കാലത്തെ യുവതലമുറയെ ഏറ്റവും കൂടുതൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊന്നും ഇതൊന്നും ഒരു വിഷയമില്ല എന്നുള്ള മട്ടിൽ ഇപ്പോഴും റാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ചെയ്യുന്നത്. പിന്നെ പോരാത്തതിന് ഫൈനും. പിന്നെ ചില പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകളാണ് സാധാരണ രീതിയിൽ ഇത് ചെയ്യാറുള്ളത്. റെപ്യൂട്ടേഷൻ പോകുമെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും അവർ പുറത്ത് പറയാതിരിക്കും. എന്നാൽ അതും ഈ പറയുന്ന റാഗിങ്ങിന്റെ ഒഫൻസിൽ പെടുന്ന കാര്യമാണ്. കൃത്യമായ രീതിയിൽ ഒരു റാഗിങ് കംപ്ലൈന്റ് കിട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ കംപ്ലൈന്റിൽ അന്വേഷണം നടത്തണമെന്നാണ്. അന്വേഷണം നടത്തി പറയുന്ന ആരാണോ റാഗ് ചെയ്തത് ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് മാനേജ്മെന്റ് ഒക്കെ, പ്രൈവറ്റ് ആണെങ്കിലും ഇനി അല്ലാത്തതാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റാഗിങ്ങുകൾ കൂടിക്കൂടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പം തന്നെ അടിക്കടി 3 റാഗിങ് ആയല്ലോ. അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ ഒരു കോളേജുകളും അല്ലെങ്കിൽ സ്കൂളുകളും ഒക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവർ തങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ തങ്ങളുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം റാഗിങ്ങോ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഈ പറയുന്ന സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്.